കുറച്ച് മഴയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ റോസാ ചെടിയിലൊക്കെ നിറയെ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല പിങ്ക് കളറുള്ള ഒരു റോസാപ്പൂവാണ്. ഇതിൽ നിറയെ മുട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ലോണൊക്കെ ഭയങ്കര തിക്കായിട്ടൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ അതിനടുത്ത് തന്നെ റെഡ് കളർ, അത് നാടൻ റോസയാണ് കേട്ടോ. നാടൻ റോസയിലും ഇഷ്ടംപോലെ പൂക്കളും മുട്ടകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനൊക്കെ ഇട്ട് കൊടുക്കുന്ന വളം DAP മാത്രമാണ് കേട്ടോ. ജൈവ വളങ്ങളൊന്നും ആഡ് ചെയ്യാറേയില്ല. മഴ സമയത്തെ ജൈവവളങ്ങളൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവും. ജൈവവളങ്ങൾ ഇടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സാഫ് കൂടെ കലക്കി കുറച്ച് ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ DAP മാത്രമാണ്. മാസത്തിലൊരു 2 പ്രാവശ്യമൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ല പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഒരു ഡാർക്ക് ഒരു പിങ്ക് കളറ് റെഡൊക്കെ കലർന്നൊരു നാടൻ റോസയാണ് കേട്ടോ ഇതിൽ. പിന്നെ പൂക്കളുണ്ടായി കഴിഞ്ഞാൽ ഞാനിത് പ്രൂണൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പോൾ വീണ്ടും തളിർത്ത് മുട്ടുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് പിന്നെ ഇതിൽ ഇത്രയും കൂടുതൽ പൂക്കളൊക്കെ ഉണ്ടായത്. പിന്നെ ഇത് നമ്മുടെ തെച്ചി, വെള്ള തെച്ചിയാണ്. അതിന് ഞാൻ DAP ആണ് ഇട്ട് കൊടുത്തത്. നിറയെ മുട്ടകളൊക്കെ വന്നിട്ടുണ്ട്. പൂക്കളുണ്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാനൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിനടുത്ത് തന്നെ നമ്മുടെ ഗോൾഡൻ ഡാലിയ അഥവാ സുന്ദരിപ്പൂവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയുണ്ട്. ഇത് നല്ല പൂവൊക്കെയാണ് കേട്ടോ നമുക്ക് തരുന്നത്. നല്ല യെല്ലോ കളറിൽ കുലകുലയായിട്ടൊക്കെ ഇതിൻ്റെ പൂക്കളൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് ഞാൻ മല്ലിക എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാറ് കേട്ടോ. അപ്പോഴേ ആമസോണിൽ നിന്ന് വാങ്ങിയൊരു സീഡാണ്. അത് ഞാനൊക്കെ കുറച്ച് നട്ടു കൊടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. നല്ല മഴയായതുകൊണ്ട് അതിൻ്റെ സീഡ് കൂടുതലൊന്നും മുളച്ചില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓണത്തിന് നമുക്ക് പൂക്കളൊക്കെ കുറച്ചൊക്കെ അതിൽ നിന്ന് കിട്ടിയാൽ നല്ലൊരു സന്തോഷമായിരിക്കും. ഇപ്പോൾ ഗോൾഡൻ ഡാലിയക്കൊക്കെ മുട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഹൈഡ്രേഞ്ചിയാണ് കേട്ടോ. അതിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ബ്ലൂ കളറ് ഹൈഡ്രേഞ്ചിയാണ്. ഇതിൻ്റെ വേറെ കളറായിട്ടുള്ള ലൈറ്റ് ഒരു പിങ്ക് കളറ് അതും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഹൈഡ്രേഞ്ചിലൊക്കെ നല്ല പൂക്കളൊക്കെ വിരിഞ്ഞു വന്നിട്ടുണ്ട്. കൂടാതെ മുട്ടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഞാൻ ഇട്ട് കൊടുക്കുന്ന വളം DAP തന്നെയാണ്. ഇപ്പോഴീ മഴ സമയത്ത് അത് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ മണ്ണിലാണ്, നിലത്താണ് നട്ടിട്ടുള്ളത്, ചട്ടിയിലൊന്നുമല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ.